ഓം ഗം ഗണപതിയേ നമഃ. സർവസ്യ ബുദ്ധിരൂപേണ ജനസ്യ ഹൃദി സംസ്ഥിതേ സ്വർഗാപവർഗതേ ദേവി നാരായണി നമോസ്തുതേ. നമസ്കാരം. കണ്ണൂർ ഋഷി ജ്യോതിഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ പ്രത്യേകത ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. നാരായണ ഗുരുദേവൻ്റെ 171 ജന്മദിനമാണിന്ന്, ചതയം. ഇത് കേരളത്തിൽ എല്ലാ സ്ഥലത്തും, തിരുവനന്തപുരം മുതൽ പാറശാല മുതൽ കാസർഗോഡ് വരെ അതിഗംഭീരമായിട്ട് ആഘോഷിക്കുന്ന ഒരു മഹാസംഭവമാണ്. ബീവറേജ് പൂട്ടിക്കിടക്കുന്നത് കൊണ്ട് കുറച്ച് ആൾക്കാർക്ക് വിഷമമുണ്ടാവും. അതൊഴിച്ചിട്ട് ബാക്കി എല്ലാം ഗംഭീരമായിട്ട് നടക്കും. വരുന്ന വഴിക്ക് 3 സ്ഥലത്തുനിന്ന് പായസം വെച്ച് നീട്ടിയിരുന്നു. പക്ഷേ ഇവിടെ എത്തേണ്ട തിരക്കിനും അത് നിർത്തി കുടിക്കാനൊന്നും പറ്റിയില്ല. അവർ എന്ത് വിചാരിക്കുമെന്നറിയില്ല, ഇയാളെന്താ ഇത്ര നമ്മളെ പായസം കുടിക്കാതെ പോകുന്നത് തെറ്റിദ്ധരിക്കാൻ മതി. പക്ഷെ ഞാൻ എന്ത് ചെയ്യാൻ, ഇവിടെ വരണ്ടേ, എത്തണ്ടേ. അതവിടെ നിർത്തിയിട്ട് ആ ചൂട് പായസം ഊതി കുടിക്കുമ്പോഴേക്കും 5 മിനിറ്റ് പോവില്ലേ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് തെറ്റിദ്ധാരണ വരുന്ന വഴികൾ. ഞാൻ എന്തിനാണ് ഓടുന്നതെന്ന് അവർക്ക് അറിയണമെന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഏതായാലും ഞാൻ ഗുരുദേവനെ കൊണ്ട് ഇന്ന് പറയണമല്ലോ. ശ്രീനാരായണ ഗുരു ആണല്ലോ കേരളത്തിൻ്റെ സ്വത്ത് എന്ന് പറയാൻ അങ്ങനെ അധികം പേരൊന്നുമില്ലല്ലോ. മറ്റുള്ളതെല്ലാം ഓരോരോ വിഭാഗത്തിൻ്റെയാണ്. ഇത് പൊതുസ്വത്താണ്. അത് വ്യത്യാസമുണ്ട്. കേരളത്തിനൊരു പൊതുസ്വത്തുണ്ടെങ്കിൽ അത് നാരായണ ഗുരു തന്നെയാണ്. അതിലാർക്കും തർക്കം ഉണ്ടാവും തോന്നുന്നില്ല. കാരണം അതിന് പകരം വെക്കാൻ വേറെ ആളുമില്ല. അദ്ദേഹത്തിൻ്റെ പ്രസക്തി വർദ്ധിച്ചു വരുന്നൊരു കാലഘട്ടത്തിലാണ് ലോകം, വിശിഷ്യ ഭാരതം, കേരളം ഒക്കെ എത്തി നിൽക്കുന്നത്. അപ്പോൾ അത് ഒരു തിരിച്ചറിഞ്ഞൊരു മനുഷ്യനാണ് ഞാൻ. അദ്ദേഹത്തിൻ്റെ പ്രസക്തി എന്താണ്, അദ്ദേഹം എന്താണ് പറഞ്ഞത്. ഒരു കോളുണ്ട്. ഹലോ 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 ഒന്ന് വോളിയം കുറക്കൂ. എവിടെ നിന്നാണ് വിളിക്കുന്നത് പറയൂ. ആ പറഞ്ഞോ. ഓക്കെ. ഡിസംബർ സമയം പറയൂ. ആരുടേതാണ്? പൂരാട നക്ഷത്രം. എന്തോ ഒരു അവിടെ ശബ്ദം. അപ്പോൾ ഇപ്പം നടക്കുന്നത് ശനി ദശയിൽ കേതുവിൻ്റെ അപഹാരമാണ്. അപ്പോൾ അടുത്ത ജനുവരി വരെ 4 മാസം കൂടി വളരെ മോശപ്പെട്ട ഒരു കാലഘട്ടം. കണ്ടകശനിയും കൂടി ഉള്ളതുകൊണ്ട് കുറച്ച് ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ ഇപ്പോൾ ഉണ്ടായേക്കും. അപ്പോൾ അത് വളരെ ശ്രദ്ധിച്ചിട്ട് നീങ്ങണം. ചികിത്സയിലൊന്നും ഒരു വിട്ടുവീഴ്ചയും കാണിക്കരുത്. പലവിധ വിഷമങ്ങളാണ് വരിക. ഇത് കഴിഞ്ഞാൽ എല്ലാം മാറ്റം വരും. 4 മാസം പേടിക്കാൻ എന്തിരിക്കുന്നു, ഇവിടം വരെ എത്തിയില്ലേ. ഇനി എന്ത് പേടി വന്നിരിക്കും. പേടിക്കൊന്നും വേണ്ട. ഇതൊക്കെ അത് തന്നെ ഞാൻ പറഞ്ഞത്. വളരെ ശ്രദ്ധിച്ചിട്ട് നീങ്ങണം. ഓരോ കാര്യത്തിലും ശരീരത്തിൽ പല സ്ഥലത്തും വേദനയുണ്ടാവും. പിടിച്ചെടുത്ത ബോഡി കിട്ടില്ല.
ശരീരത്തിൻ്റെ അവസ്ഥ ഇങ്ങനെയുള്ള സമയം അതുകൊണ്ട് പറയുന്നതാണ്. അത് പറഞ്ഞു തന്നില്ലെങ്കിൽ അത് മോശമല്ലേ? അത് നിങ്ങളത് ഇപ്പോൾ എത്ര കാലം വരെയാണ് ശ്രദ്ധിക്കേണ്ടതെന്നും പറഞ്ഞു തരണമല്ലോ. 6ാം ഭാവാധിപനും കൂടിയായ ശനി, ആ ശനിയിൽ കേതുവിൻ്റെ അപഹാരം. അപ്പോൾ അത് ഒപ്പം നിങ്ങളെ മനസ്സിനും വലിയ ടെൻഷൻ ഉണ്ടാവും. അതാണ് ഒന്നും പറയാനും പേടിയാവുന്ന എനിക്ക്. ഭയങ്കര ടെൻഷനായിരിക്കും. അതുകൊണ്ട് അങ്ങനെ ടെൻഷൻ അടിക്കണ്ട. അതിലൊന്നും ഇല്ല. പരമാവധി വിഷ്ണുവിൻ്റെ മന്ത്രം ജപിക്കുക, അപ്പോൾ ശിവന്റെയും മൃത്യുഞ്ജയ മന്ത്രമൊക്കെ. അല്ല, അതും 5ാം ഭാവത്തിൽ ശനി നിൽക്കുന്ന ആളല്ലേ. 5ാം ഭാവത്തിൽ ശനി എന്ന് കഴിഞ്ഞാൽ സന്താനങ്ങളെ കൊണ്ട് വിഷമമൊന്നല്ലേ. മക്കള് വേണ്ടത്ര തെളിച്ചത്തിലേക്ക് വരില്ല നിങ്ങളെ ജാതകപ്രകാരം. അപ്പൊ അതും ഒരു വിഷയം തന്നെയാണ്. പക്ഷെ അത് ശനിയുടെ ഫലമാണത്. അത് ഇപ്പം പ്രത്യേകിച്ചിട്ട് നിങ്ങളുടെ ഈ കേതുവിന്റെ അപഹാരം വന്നപ്പോ, അല്ല നിങ്ങളെ കൊണ്ട് മാത്രമല്ല മക്കളുടേത്, അത് നിങ്ങളെ ജാതകപ്രകാരം മക്കളെ കൊണ്ടും ഇപ്പം ദുഃഖത്തിന് കാരണമാവുന്നതാണ്. അത് എന്താണ്, അവര് നല്ല നിലയിലേക്ക് വരാതാവുമ്പോഴും നിങ്ങൾക്ക് ദുഃഖമുണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ ഈ സമയത്തിൻ്റെ പ്രത്യേകതയാണ്. പിന്നെ എന്താണ്, വിഷമൊന്നും, പൈസക്കൊന്നും വിഷമം കാണുന്നില്ല. അതുകൊണ്ടെല്ലാം അങ്ങോട്ട് മറികടക്കാൻ പറ്റുമെന്ന് വിചാരിക്കാം. ഈ ജോർജ് കുട്ടി നല്ലോണം ഉള്ള കൂട്ടത്തിലാണെന്നാണ് ഇവിടെ കാണുന്നത്. അല്ല, ശരിയല്ലേ? അത് ശരിയാണ്. പൈസക്ക് വിഷമം ഉണ്ടായില്ല, അന്നന്ന് ഒത്തുപോകും. അന്നൊന്നല്ല, കെട്ടി വെച്ചിട്ടുണ്ട്. മിണ്ടാതിരുന്ന അതൊക്കെ ഇന്ദുലാലിനോട് വേണ്ട കേട്ടോ. അത് വേണ്ട. അത് വേറെ ആരോടെങ്കിലും എടുത്തോ ആ വിദ്യ. ഇവിടെ എല്ലാം, ഞാനിവിടെ എല്ലാം കാണും. അതുകൊണ്ട് പണമൊന്നും നിങ്ങൾക്ക് ദൈവം സഹായിച്ചിട്ട് ഒരു വിഷമവും നിങ്ങൾ ഇന്ന് വരെ അറിഞ്ഞിട്ടില്ല. ഇനി മരണം വരെ നിങ്ങൾ അറിയുകയില്ല. ബാക്കി ആരോഗ്യകാര്യം ശ്രദ്ധിക്കുക. ബാക്കി എല്ലാം നേരെയായി വരും കുറച്ച് കഴിഞ്ഞാൽ കേട്ടോ. ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞത് പിന്നെ എന്താണ്, ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത് എന്നാണ് അരുവിപ്പുറത്ത് ഗുരുനാഥൻ എഴുതി വച്ചത്. അത് ശ്രദ്ധിക്കേണ്ട ഒരു പോയിൻ്റാണ്. പ്രത്യേകിച്ചിട്ടും ഇപ്പം പലതരത്തിലുള്ള വിഭജനവും വരുന്ന കാലഘട്ടത്തിൽ നാരായണ ഗുരുവിൻ്റെ ആ വാക്കുകൾ, ജാതിഭേദം മതദ്വേഷം, മതത്തിൻ്റെ മുകളിലോ ജാതിയുടെ മുകളിലോ അല്ല. ആ കാലഘട്ടത്തിൽ ഗുരു ജനിച്ചത് 171 കൊല്ലം മുമ്പാണല്ലോ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അക്കാലഘട്ടത്തിൽ അതിഭീകരമായിരുന്നു നമ്മളെ നാടിൻ്റെ അവസ്ഥ. അത് അന്ന് ജാതിയും വലിയ വിഷയമായിരുന്നു. എന്നതത്രയില്ല. പക്ഷെ മതങ്ങൾ തമ്മിൽ ചെറിയ പ്രശ്നങ്ങൾ അവിടെ തലപൊന്തിക്കുന്നു. എല്ലാം ജാതിയുടെ പേരിലും ഉച്ചനീചത്വങ്ങളെന്നാലും പൂർണ്ണമായി നിലച്ചു എന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. തീർച്ചയായിട്ടും സമൂഹത്തിൽ അതിൻ്റെ കുറച്ചൊക്കെ ബാക്കിയുണ്ട്, ഇനിയും തീരാനുണ്ട്. പണ്ട് നാരായണ ഗുരു ഉള്ളൂർ പരമേശ്വരയോട് പറഞ്ഞ പോലെ അത് പൊടിയട്ടെ, ഫുള്ളായിട്ട് പൊടിയട്ടെ. അങ്ങനെ ഒരു കഥയുണ്ടല്ലോ, പപ്പടം കൊടുത്ത കഥ. പപ്പടം അമർത്തി അത് പൊടിഞ്ഞില്ലേ ഇനിയും എന്ന് ചോദിക്കുന്നുണ്ട് നാരായണ ഗുരു ഉള്ളൂർ പരമേശ്വരയ്യരോട്. അതൊരു കഥയാണ്, കേട്ടവർ വായിച്ചവരും ഉണ്ടാവും. അവർക്ക് വേഗം ഞാൻ പറയുന്നത് മനസ്സിലാക്കാൻ കഴിയും. നാരായണ ഗുരുവിനെ കാണാൻ വേണ്ടി ഉള്ളൂർ എസ് പരമേശ്വരയ്യർ പോയതാണ് കഥ. അന്നത്തെ ഏറ്റവും വലിയ മഹാകവികളിൽ 3 പേരിൽ ഒരാൾ. ഒന്ന് വള്ളത്തോൾ, ഒന്ന് കുമാരനാശാൻ പിന്നെ ശിഷ്യൻ തന്നെയായിരുന്നു. പിന്നെ ഉള്ളൂർ പരമേശ്വരയ്യർ. ഇവർ 3 പേരാണ് ആ കാലത്ത് കവിത്രയങ്ങൾ. അവർ 3 പേരായിരുന്നു ആ കാലഘട്ടത്തിലുള്ള കവികളിൽ പ്രമുഖന്മാർ. കടിച്ചാൽ പൊട്ടാതെ വാക്കുകളൊക്കെ ഇങ്ങനെ
ഈ ദ്വിതീയാക്ഷരപ്രാസത്തിലും മറ്റൊക്കെ അന്നൊക്കെ അങ്ങനെ തോന്നുന്ന പോലെ ഒന്നും കവിത ഒന്നും എഴുതിക്കൂടാ. രണ്ടാമത്തെ അക്ഷരം ഒരേപോലെ വരണം. അത് കവിതയാണോ പദ്യമാണോ എന്ന് ചോദിച്ചാൽ പറയാൻ പറ്റില്ല. കവിതയൊക്കെ എനിക്ക് തോന്നുന്നു പിന്നീട് പിന്നെ കടമ്മനിട്ടയുടെയും ചുള്ളിക്കാടിൻ്റെ എല്ലാം കാലം അത്. പക്ഷെ നമുക്ക് തോന്നിയായിരിക്കും ആ കാലഘട്ടത്തിൽ അത് അവരുടെ കവിത വലിയ സംഭവമായിട്ട് പിന്നെ എന്താ പാമ്പിന് ചെവി കേൾക്കില്ല. പക്ഷേ ഈ എഴുത്തച്ഛൻ പിന്നെ നടുങ്ങി രാജാക്കന്മാർ ഉരകങ്ങളെ പോലെ വില്ല് പൊട്ടിക്കുന്ന വില്ല് കൊലച്ചപ്പോൾ വില്ല് ഒടിഞ്ഞ ശബ്ദം കേട്ടിട്ട് ശ്രീരാമൻ വില്ല് കൊലച്ചപ്പോൾ അത് ഒടിഞ്ഞുപോയി. ജനക മഹാരാജാവിൻ്റെ വില്ല് അതെടുത്ത് കൊലച്ചപ്പോൾ അത് പൊട്ടിപ്പോയി. അതിൻ്റെ ശബ്ദം കേട്ടിട്ട് നടുങ്ങി രാജാക്കന്മാർ മൊത്തം നടുങ്ങിപ്പോയി. എങ്ങനെ? ഉരകങ്ങളെ പോലെ, അതായത് പാമ്പിനെ പോലെ. പാമ്പിന് ചെവി കേൾക്കില്ല, അത് വേറെ കാര്യം. അപ്പോൾ ആ ഉപമ അവിടെ വെച്ച് കീറുകയാണ്. അത് പക്ഷേ അത് കവിയുടെ ഇഷ്ടമാണ്. പാമ്പിന് ചെവിയില്ല എന്നൊന്നും ചിലപ്പോൾ എഴുത്തച്ഛൻ അറിഞ്ഞിട്ടുണ്ടാവില്ല. പിന്നെ ഇവരുടെയൊക്കെ കേരള വാണിനിയുടെയും മറ്റൊക്കെ അത് വേറൊരു ഇതായിട്ട് വന്നു. പിന്നെയാണ് ഇവർ വന്നു. അതിനുശേഷം പിന്നെ ചങ്ങമ്പുഴ പോലുള്ള കവികൾ വേറെ വന്നു. അങ്ങനെയാണ് അതിൻ്റെ പോക്ക്. അതവിടെ നിൽക്കട്ടെ. ഒരു കോളുണ്ട്. ഹലോ, ഹലോ, എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഹലോ, പയ്യന്നൂർ. പറഞ്ഞോളൂ, ഡേറ്റ് പറഞ്ഞോളൂ. സമയം 10:05 പകൽ. ഉത്രട്ടാതി. അല്ല, അനിഴ നക്ഷത്രന്നല്ല. 21/8/2007. ഓക്കെ ഓക്കെ. ആ, അനിഴം. ശരി. ആരുടേതാണ്? മോളതാണ്. ആ, മോളിപ്പം +2 കഴിഞ്ഞോ? ഡിഗ്രിക്ക് ചേർന്നിട്ടുണ്ട്. പക്ഷെ ഓക്ക് പിന്നെ വേറെ കോഴ്സിന് ചേരാനാണ് ആഗ്രഹം. അതിപ്പം പിന്നെന്തിനാ അവൾ അത് കിട്ടിയില്ല? അത് കിട്ടിയില്ല അല്ലേ? കിട്ടിയില്ല. അത് കിട്ടിയില്ല. പിന്നെ ഇപ്പൊ അതിനെന്നെ ആണ് ഓക്ക് ഇപ്പവും താല്പര്യമാണ്. ഇപ്പൊ ഞാൻ അതിനെന്നെ പോണോ? ഇപ്പൊ ഇത് ഈ പഠിക്കുന്നത് കൊണ്ട് ഒക്കെ തൃപ്തിയില്ല. അതേതാണ് ആ കോഴ്സ് അവൾ ഉദ്ദേശിക്കുന്നത്? കോഴ്സ് മറ്റേ എയർ ഹോസ്റ്റസിന്റെ. ശരി. ആ, ഓക്കെ ഓക്കെ. ആ, അതിന് പോകുന്നതിന് എന്താണ് തടസ്സം? എന്താണ് പൈസേൻ്റെ പ്രശ്നം? അതിവിടെ കണ്ടു. പൈസേൻ്റെ കാര്യം കുറച്ച് വിഷമം തന്നെയാണ്. നമ്മൾ നേരത്തെ വിളിച്ച സ്ത്രീയോട് പറഞ്ഞ പോലെയല്ല ഇത്. പള്ളിയിലെ കാര്യം അള്ളാഹ്ക്കറിയാന്ന് പറഞ്ഞ പോലെ കാര്യങ്ങൾ എങ്ങനെയാലും ഒപ്പിച്ചു കൊണ്ടുവന്നേ. അത് ആഗ്രഹം പോലെ നടക്കുക. ബുധന്റെ ദശയാണ് അവൾക്ക്. അടുത്ത ഏപ്രിലിന് ശേഷം ഒക്കെ ആ കാര്യങ്ങളൊക്കെ ആഗ്രഹിച്ച പോലെ നടക്കും. അടുത്ത ഏപ്രിലല്ലേ? ആ, അടുത്ത അക്കാഡമിക് ഇയർ അവൾക്ക് ചേരാൻ പറ്റും. അത് അപ്പോഴേക്കും നിങ്ങളെ അന്തരീക്ഷങ്ങളിലൊന്ന് തെളിഞ്ഞു വരും. അവളുടെ സമയം ഒരു ബുധൻ്റെ അകത്ത് ശുക്രൻ്റെ അപഹാരം വരികയാണ്. അതോടുകൂടി അവൾ ആഗ്രഹിച്ച പ്രകാരം ആ കാര്യങ്ങൾ ശുക്രൻ അവളെ നന്നായിട്ട് സഹായിക്കും. അതിന് പറ്റിയ ജോലി തന്നെയാണ് അവൾക്ക് ഇതാവുക. അപ്പോൾ ആ മൊത്തത്തിൽ ബുധൻ്റെ ദശയും ശുക്രൻ്റെ അപഹാരം വരുന്ന 2 കൊല്ലം 10 മാസത്തോളം വരും. ആ സമയത്താണ് ആ കോഴ്സൊക്കെ ചെയ്തിട്ട് അവൾക്ക് എയറിലിങ്ങനെ സഞ്ചരിക്കാൻ പറ്റും. ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനിയിപ്പോൾ അതിൻ്റെ പുറത്ത് ഇനി വേറെ ഒരു വ്യത്യാസവും വരാനില്ല. അത് അവളോട് പറഞ്ഞേക്കും. അവൾ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നില്ല. അപ്പോൾ അവളോട് യൂട്യൂബ് കയറി എന്താ ഞാൻ പറഞ്ഞെന്നുള്ളത് നോക്കാൻ പറയൂ.
കുട്ടിയൊക്കെ പിന്നെ അത് സമാധാനമായിക്കോട്ടെ കുട്ടിക്ക്. ഓക്കെ, ഞാൻ പറഞ്ഞ ഞാനാണ്, അത് തീർന്നു, അത് കഴിഞ്ഞു. അത് അടുത്ത ഞാൻ ഈ പറഞ്ഞ സമയത്ത് കുട്ടി കയറും. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഗുരുനാഥൻ്റെ കാര്യം പറയുമ്പോൾ, അപ്പോൾ അങ്ങനെ ഗുരുനാഥനെ അന്ന് കാണാൻ പോയി. അന്ന് ഈ എന്താ പറയുന്നത്, ഉള്ളൂരിൻ്റെ മനസ്സിലൊക്കെ അന്നേരവും ജാതി ചിന്തയുണ്ടായിരുന്നു. അപ്പോൾ അത് വേറൊരു സിംബോളിക്കായിട്ട് നാരായണ ഗുരു കാണിച്ചു കൊടുത്തു എന്നാണ്. അങ്ങ് പപ്പടം പൊട്ടിച്ചുകൊണ്ട് അതങ്ങ് പൊടിയട്ടെ എന്ന് പറഞ്ഞു. അതാണ്. അപ്പോൾ മഹാബുദ്ധിമാനായ ഉള്ളൂരിന് കാര്യം മനസ്സിലാവുകയും ചെയ്തു. അന്നേ ഡോക്ടറേറ്റൊക്കെ ഉള്ള മനുഷ്യനല്ലേ. ആ ചില്ലറ ബുദ്ധിയൊന്നല്ല ഉള്ളൂരിന്. ചെറിയൊരു നോട്ടത്തിൽ പോലും ഉള്ളൂർ കാര്യം മനസ്സിലായി. അപ്പോൾ നാരായണ ഗുരുവിൻ്റെ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ മുതൽ എന്ന് പറയുന്നത് അത് മാത്രമേ ഉള്ളൂ. ബാക്കി ഉള്ളതെല്ലാം പറഞ്ഞ പോലെ മഹാരഥന്മാർ ഒരുപാട് ജനിച്ച മണ്ണ് തന്നെയാണിത്, അല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. അത് പല മേഖലയിൽ ഏതെല്ലാം മേഖലയിലുണ്ടെന്ന് നമ്മളെ എന്താണ് ഇപ്പോൾ ഉള്ള നമ്മളെ പിന്നെ യേശുദാസ് പോലും നോക്കൂ, എത്ര വർഷം ആ മേഖലയിൽ എത്രമാത്രം വർഷങ്ങളായിട്ട് ഇങ്ങനെ നിൽക്കുന്ന ആളാണ്. ഇനി കവികളുടെ കൂട്ടത്തിൽ എത്രയോ വലിയ മഹാകവികൾ, അങ്ങനെ എല്ലാ മേഖലയിലും നോക്കിക്കഴിഞ്ഞാൽ മഹാരഥന്മാർ വേണ്ടത്ര പിന്നെ ഈ നമ്മുടെ കേരളത്തിൽ ജന്മം കൊണ്ടിട്ടുണ്ട്. അത് പക്ഷേ അവർക്കൊന്നും നാരായണ ഗുരുവിൻ്റെ ഔന്നത്യം അവകാശപ്പെടാനില്ല. ഇന്ന് നാരായണ ഗുരുവിനെ പോലും ഇകഴ്ത്തിക്കാട്ടാൻ വേണ്ടി ചില കൃമികളൊക്കെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. നാരായണ ഗുരുവിനെ ഇകഴ്ത്താൻ പോകുന്നവൻ്റെ ഉള്ള കാര്യം അത് ഏത് ഉയരത്തിലാണത്? നിലാവ് നോക്കിയിട്ട് തെരുവ് നായി കുരക്കുന്ന പോലത്തെ ഒരു ഇതാണ് എനിക്കൊക്കെ അത് കാണുമ്പോൾ തോന്നുക. എന്ത് തന്ത്രിയോ ബാക്കി ഞാൻ പറയുന്നില്ല. ഇങ്ങനെയുള്ള വേഷം കെട്ട് തന്ത്രിമാരെന്നും വിചാരിച്ച നാരായണ ഗുരുവിനെ ഒരു ചുക്കും ചുണ്ണാമ്പും ചെയ്യാൻ കഴിയില്ല. കാരണം അത് വേറെ ലെവലിൽ നിൽക്കുന്ന ജന്മമാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഉറപ്പിച്ച് പറയുന്നത്. ആ ജന്മമേ വേറെയാണ്. ആ ജന്മത്തെ വളരെയേറെ പഠിച്ച ഒരു മനുഷ്യൻ എന്നുള്ള രൂപത്തിൽ തന്നെയാണ് ഇങ്ങനെ സംസാരിക്കുന്നത്. ഒരു കോൾ ഉണ്ട്. ഹലോ. 1977. നിങ്ങളൊന്ന് സ്ഥലമൊക്കെ പറയൂ, സമാധാനിക്കൂ. ചതയമായിട്ട് ഇങ്ങനെ തിരക്കൂട്ടില്ലേ? എവിടുന്നാ വിളിക്കുന്നത്? ഇത് പിന്നെ ഇവിടുന്ന് പിന്നെ മുണ്ടേരി. മുണ്ടേരി. ആ ഡേറ്റ് പറഞ്ഞു. 1977. 1977. ആ ഡിസംബർ 31. അല്ല, ഡിസംബർ 11. ആ പേര് കേട്ട സ്കൂളിലെ ആ മുണ്ടേരി അല്ലേ? അല്ല, ഇത് അങ്ങ് മറ്റേ മുയ്യം മുണ്ടേരിയാണ്. ഓ അല്ല, ഈ ഇപ്പുറത്തെ മുണ്ടേരി അല്ല അല്ലേ? അത് ശരി. നമ്മളെ ഇങ്ങേ സൈഡിലുള്ള മുണ്ടേരി അല്ല. ആ അപ്പൊ എന്താ എത്ര? 31/12/77 അല്ലേ? 31 11. 11 ഡിസംബർ 11. ഓക്കെ ഓക്കെ. സമയം പറയൂ. സമയം 7:50 തോന്നുന്നു. തോന്നുന്നു എന്ന് പറഞ്ഞാലൊന്നും ബലം തെറ്റിക്കരുത് എന്നെ കൊണ്ട്. 7:50 കാലത്താണോ? മൂലം നക്ഷത്രം. ആ, മൂലം വരുന്ന ആണിന് നല്ലതാണെന്ന് നിങ്ങളെ തന്നെയാണോ? ആണുങ്ങൾക്ക് മൂലം നല്ലതാണെന്നാണ് കേൾവി. നല്ലത് തന്നെയല്ലേ നിങ്ങൾക്ക്? ആ പിന്നെന്താ, അത് പിന്നെ ഞാൻ പറഞ്ഞില്ല. അത് അങ്ങനെ ആണുങ്ങൾ അങ്ങനെയാണ് പറയുന്നത്. ഏതായാലും എന്താണിപ്പം അറിയേണ്ട വിഷയം? ജോലിക്ക് പോകുന്നുണ്ട്. അപ്പൊ അത് ഓക്കെ, കൊറേ ജോലി ഇങ്ങനെ ചെയ്തതാണ്. അപ്പൊ ഇപ്പൊ ഒരു ജോലിക്ക് പോകുന്നുണ്ട്. അത് ഓക്കെ ആവുമെന്ന് അറിയാൻ വേണ്ടിട്ടാണ്. അല്ല, അത് എന്ത് ജോലിയാണ്? അത് മാർക്കറ്റിംഗ് ആണ്. ആ, ഇപ്പൊ നന്നായിട്ട് പോകുന്നില്ലേ അത്? പിന്നെന്താണ് പ്രശ്നം?
അതെ അത് ഓക്കെ. എല്ലാം ഇങ്ങനെ കുറച്ച് പോകും, പിന്നെ അത് ആ എന്തെല്ലോ ആയി അങ്ങ് പോകും, പിന്നെ അവസാനം എന്തെല്ലോ ആയി തിരിഞ്ഞും കഴിഞ്ഞ് എല്ലാ അവസാനം അങ്ങനെയാണ്. അതുകൊണ്ട് അതറിയാൻ വേണ്ടിട്ടാണ് ഇത് പോയിട്ട്. നിങ്ങളാവുമ്പോ കൃത്യമായിട്ട് പറയൂ, സാറ് കറക്റ്റായിട്ട് പറയൂ, അതുകൊണ്ട് സാറിനെ വിളിച്ച. അല്ല ശരി, അല്ല അങ്ങനെ സമയത്തിൻ്റെ ഒരു പൂർണ്ണമായ ആനുകൂല്യമൊന്നും നിങ്ങൾക്കിപ്പം പറയാൻ പറ്റില്ല, അതിന് കുറച്ചുകൂടി വൈകും. എൻ്റെ അഭിപ്രായത്തിൽ 27 ശേഷമാണ് നിങ്ങളുടെ ശരിയായ സമയം വരുന്നത്. എന്താണ്, സർപ്പദശ നിങ്ങൾക്ക് വളരെ അനുകൂലമായിരിക്കും. 2027 8-ാം മാസം, അതായത് കൃത്യം 2 കൊല്ലം കഴിഞ്ഞാലാണ് നിങ്ങളുടെ ഉയർച്ച. അത് നിങ്ങൾ ഓർത്ത് വെച്ചോളൂ. ഇപ്പോൾ ഉള്ള പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ വ്യത്യാസങ്ങളെല്ലാം നിങ്ങൾക്ക് വരും. പിന്നെ മറ്റൊന്നുള്ളത്, ഈ പങ്കാളിയുമായിട്ടുള്ള നിങ്ങളുടെ ബന്ധം വളരെ ഊഷ്മളമാണെന്നാണ് ഇവിടെ കാണുന്നത്. അത് നിങ്ങൾക്ക് സപ്പോർട്ടീവായിട്ട് നിൽക്കുന്നുണ്ട്. പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ? അത് ഒരു മനുഷ്യൻ്റെ വിജയത്തിന് അത് ഏറ്റവും പ്രധാനമാണ്. ഭാര്യ അനുകൂലമാവുക എന്ന് പറഞ്ഞാൽ അയാൾ പകുതി രക്ഷപ്പെട്ടു എന്നാണ്. ബാക്കി അയാൾ പകുതിയെ നോക്കണ്ടു. പറയുന്നത് മനസ്സിലായല്ലോ? അതെ. അപ്പോൾ ഏവർനാടിയായിട്ട് ഭാര്യ നിങ്ങൾക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഈ പറഞ്ഞ സമയത്തിന് ശേഷം ഉയർന്നു വരാൻ സാധിക്കും. ഓക്കെ 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 ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഈ നാരായണ ഗുരുവിൻ്റെ ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന സഹോദരന്മാരെ പോലെ വാഴണം എന്നാണ് ഗുരു ആഗ്രഹിച്ചത്. അത് ശ്രദ്ധിക്കണം. നമ്മൾ പറഞ്ഞത് എന്താണ്, ഒരു ജാതി, അതിനെ പല രൂപത്തിൽ പിന്നെ അതിന് പ്രയോഗങ്ങൾ വന്നു. ഒരു മതം, ഒരു ദൈവം, അത് ഇൻ്റർപ്രിട്ടേഷൻ വളരെ മോശമായിട്ട് അതിനെ കൊടുത്ത ആൾക്കാരൊക്കെ ഉണ്ട്. ഗുരു ഉദ്ദേശിച്ചത്, ഗുരു ട്രെയിനിൽ വെച്ചൊരു ബ്രാഹ്മണനോടായിട്ടുള്ള തർക്കത്തിൽ പറയുന്നുണ്ട്, ഗുരുവോട് ചോദിക്കുന്നുണ്ട് എന്താ ജാതി എന്ന്. അപ്പോൾ കണ്ടിട്ട് മനസ്സിലാവാത്ത ഇപ്പം ഇനി പറഞ്ഞാൽ എങ്ങനെ മനസ്സിലാവും എന്നുള്ള തിരിച്ച് ചോദിക്കുന്നുണ്ട് നാരായണ ഗുരു. മനുഷ്യ ജാതിയേ ഉള്ളൂ, അതാണ്. അതിൽ വേറെ ഗുരുവിനെ പണ്ടേ മംഗലാപുരം യാത്രയിലാണ് ആ സംഭവം. ട്രെയിനിൽ വെച്ചിട്ട് മംഗലാപുരം ഗുരു അക്കാലം തന്നെ ഗുരു പോവുമായിരുന്നു. മംഗലാപുരത്ത് കുദ്രോളി എന്നുള്ള സ്ഥലത്ത് ഗുരുവിൻ്റെ ഒരു വലിയ ഗുരുവിൻ്റെ പങ്കാളിത്തത്തോടു കൂടി നടന്ന വലിയൊരു ക്ഷേത്രമുണ്ട്. അതിൻ്റെ ഇപ്പോഴത്തെ പുതിയ മോഡലിലൊരു, ഞാനവിടെ 1-2 തവണ പോയി, അത് വലിയ രൂപത്തിലുള്ള മാറ്റം വരുത്തിയ, അതെല്ലാം ഒരു എന്താണ് പറയുക, ഒരു ടൂറിസ്റ്റ് കേന്ദ്രം പോലെ ആയിപ്പോയി. ഒരു ഭക്തിമാർഗത്തിൽ സഞ്ചരിക്കുന്നവർക്ക് അവിടെ പോയാൽ ആ പരിവർത്തനം തീരെ ഇഷ്ടപ്പെട്ടില്ല എനിക്കൊന്നും. അത് ഒരാളെ ചില കാരണം അങ്ങോട്ട് കേരളം വിട്ടു കഴിഞ്ഞാൽ അങ്ങനെ, അത് നമ്മളെ ഈ ഗുരുവായൂരും ശബരിമലയും ഒക്കെ കണ്ടുകൊണ്ടായിരിക്കാം. കേരളത്തിൽ അങ്ങത്തരം പിന്നെ എന്താണ് ക്ഷേത്രങ്ങൾ അങ്ങനെ അല്ലല്ലോ. ഇപ്പം ഇവിടെയും കേരളം വിട്ടു കഴിഞ്ഞാൽ തെക്കേ ഇന്ത്യയിലാവട്ടെ ഇനി വടക്കേ ഇന്ത്യയിലാവട്ടെ ഒക്കെ ഒരു പ്രത്യേക തരത്തിലാണ് ക്ഷേത്രങ്ങളുടെ നിർമ്മിതിയും മറ്റൊക്കെ. നമ്മൾക്കതുകൊണ്ട് തന്നെ അവിടെ പോയി കഴിഞ്ഞാൽ മൂകാംബിക പോലെയുള്ള ക്ഷേത്രങ്ങൾ വേറെ, അത് പാരമ്പര്യ രീതിയിലുള്ള ക്ഷേത്രമാണല്ലോ. ഈ അത്തരത്തിലുള്ള ക്ഷേത്രങ്ങളൊക്കെ വളരെ കുറവാണ്. കേരളത്തിൽ തന്നെയാണ് അതിൻ്റെ പൂർണ്ണ വിധിപ്രകാരം. അതുകൊണ്ടാണല്ലോ ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറയുന്നത്, ദൈവത്തിൻ്റെ സ്വന്തം നാട്. ഏതായാലും ദൈവത്തിൻ്റെ ഈ സ്വന്തം നാട്ടിൻ്റെ ഇന്ന് അദ്ദേഹത്തെ ദൈവമാക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ അതിനോടൊന്നും യോജിക്കുന്നില്ല. ഞാൻ അദ്ദേഹത്തെ ഗുരുവായി കാണാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അന്ധകാരത്തു നിന്നും വെളിച്ചത്തിലേക്ക് നയിക്കുന്നവൻ ആരോ അവൻ ഗുരു. ആ ഗുരുസങ്കല്പം തന്നെയാണ് എൻ്റെയൊക്കെ മനസ്സിലുള്ളത്. അത് പിന്നെ ഓരോ ആൾക്കാർക്കും ഓരോ താല്പര്യങ്ങളുണ്ടാവാം. അത് പിന്നെ
അത്തരത്തിൽ അതിനെ മുമ്പോട്ട് കൊണ്ടുപോകുന്ന ആൾക്കാർക്കും ഉണ്ടാവും, അതിനൊക്കെ ഉണ്ടാവും. അതൊന്നും പിന്നെ അവരോരാളെ സൗകര്യം, ഇപ്പോൾ നമുക്കൊന്നും പറയാനില്ല. പക്ഷേ എൻ്റെ കണ്ണിൽ, എൻ്റെ മനസ്സിൽ അത് ഗുരുവാണ്. ഗുരു ദൈവത്തിനും മുകളിലാണെന്നുള്ള വേറൊരു ഇതുണ്ട്. ഗുരു ബ്രഹ്മ, ഗുരു വിഷ്ണു, ഗുരു ദേവോ മഹേശ്വര, ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. അങ്ങനെയാണ്. അപ്പോൾ അത് ദൈവത്തിൻ്റെ മേലെയാണ് ഗുരുവിൻ്റെ സ്ഥാനം. ഒരു കണക്കിന് ദൈവമാക്കിക്കൊണ്ട് താത്തുകയാണെന്ന് തോന്നുന്നു. ശരിയായ ഗുരു എന്താണെന്ന് അറിയാതെ പ്രശ്നം കൂടി ഉണ്ടാവാം. ആദി ഗുരു പരമശിവനാണ്. അപ്പോൾ ഓം സ്വസ്തി ശ്രീ പരമശിവാനന്ദനാഥ പദാബ്ജ ദശേഷ ഗുരു പാരമ്പര്യക്രമേണ സ്വസ്തി ശ്രീ ശിവാദി ഗുരുഭ്യോ നമഃ. അതാണ് പൂജ തുടങ്ങുമ്പോൾ നമ്മൾ ഉയർന്ന കൈകൾ ഇങ്ങനെ വെച്ചുകൊണ്ട് നമ്മൾ ചൊല്ലേണ്ട മന്ത്രമാണത്. ശിവം മുതൽ ഇങ്ങോട്ടുള്ള മുഴുവൻ ആൾക്കാർക്കുമാണ്. ആദ്യത്തെ ഗുരു ശിവനാണ്. അതവിടെ നിൽക്കട്ടെ, ഞാൻ അതിലേക്ക് വരാം. ഒരു കോൾ ഉണ്ട്. ഹലോ ഹലോ, എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഇരിട്ടി. പറയൂ. 6/7/2001. 6/7/2. 6/7/2001. 7/12. ഉത്രാട നക്ഷത്രം. ആരുടേതാണ്? എന്താണ് മോളെ കൊണ്ട് എന്താണ് അറിയേണ്ട വിഷയം? കോഴ്സെല്ലാം കഴിഞ്ഞോ? ഇപ്പം ഏത് കോഴ്സാണ് ചെയ്തത്? ഓ, എന്നിട്ട് എവിടത്തേക്കാ നീ നോക്കുന്ന ജോലിക്ക്? ബാംഗ്ലൂർ. ബാംഗ്ലൂർ തന്നെയാണല്ലോ. അല്ല, ഇപ്പൊ തൽക്കാലം പോട്ടെ. ശരിയായില്ല, കിട്ടിയില്ല. ഇന്റർവ്യൂ ചെയ്ത് കഴിയുന്നുണ്ട്, പക്ഷെ ഒന്നും കിട്ടുന്നില്ല. സമയം തെളിഞ്ഞിട്ടല്ലേ ഉള്ളൂ. ഇപ്പോൾ നല്ല സമയം വന്നിട്ടേ കുറച്ചേ ആയിട്ടുള്ളൂ. ഇനി കൂടുതൽ ശരിയാവും. പിന്നെ ജോലി നിർബന്ധമായിട്ടും വേണം. അതെ, അങ്ങനെയുള്ളൊരു ജാതകമായത്. ജോലിക്ക് വേണ്ടിയിട്ട് നന്നായിട്ട് ശ്രമിക്കും. പുറത്തോട്ട് തന്നെയാണ്. അല്ലെങ്കിൽ തന്നെ ഉത്രാടക്കാർ നാട് വിട്ടാലല്ലേ നന്നാവുക. അങ്ങനെയാണ് അവരെ കൊണ്ട് പറയുന്നത്. അവർ വിവാഹം അങ്ങനെ ഒരു അടുപ്പമുണ്ടെങ്കിൽ അതങ്ങനെ അങ്ങോട്ട് നടക്കും. ഇല്ല, നിലവിലില്ല. ശരി, ഓക്കെ. ഇനിയും വന്നേക്കാം. അങ്ങനെയാണൊരു വിധി കാണുന്നത്. അതിൻ്റെ പിന്നെ അല്ലാതെ ആണെങ്കിൽ ഇപ്പോൾ ആലോചന വരുന്നതിൻ്റെ കാര്യം ഏറ്റവും ഉത്തമമായ സമയമാണിത്. കൃത്യം 2 കൊല്ലം അതിൻ്റെ സമയമാണ്. അങ്ങനെ ഇപ്പോൾ ഒരു നിലവിലെ ഒരു ആലോചനയോ മറ്റോ വേറെ വന്നിട്ടുണ്ടോ? ആ ഭാഗം ചിന്തിക്കുന്നില്ല അല്ലേ? ശരി. നല്ല ഈ 2 കൊല്ലത്തിനുള്ളിൽ വേണം, അല്ലെങ്കിൽ പിന്നെ അങ്ങോട്ട് പിന്നെയും വൈകും. അത് ഒരു പ്രത്യേകത ശ്രദ്ധിക്കണം. ഇപ്പം ഈ 2 വർഷം അതിനുള്ള സമയമാണ്. ജോലി കിട്ടിയിട്ട് നോക്കിയാൽ മതി. ജോലി ഇപ്പം കിട്ടും, അടുത്ത് തന്നെ കിട്ടും. പിന്നെ ഇതിന് ഇവിടെ കുറച്ച് ഭാഗ്യത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അതിനെ പരിഹാരം ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് തന്നെ ബന്ധപ്പെടാം. അത് നല്ലതാണ്. ഈ അത്തരത്തിലുള്ള
തടസ്സങ്ങൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് ഈ സർപ്പദശ അങ്ങനെ എപ്പോഴും തടസ്സങ്ങൾ സൃഷ്ടിക്കുമെന്നാണ്. അതിനൊക്കെ പരിഹാരത്തിലൂടെ മാറ്റം വരുത്താൻ കഴിയും. നിങ്ങൾ വേണമെങ്കിൽ എന്നെ ബന്ധപ്പെടുക. ഓക്കെ 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 ഓക്കെ. ഓക്കെ, താങ്ക് യു. അപ്പം ഞാൻ പറഞ്ഞത് ഈ പിന്നെ ചതയ ദിവസമായതുകൊണ്ട് മഹാഗുരുവിനെക്കുറിച്ച് തന്നെ പറയാമെന്ന് വിചാരിക്കുന്നു. ഗുരുവിൻ്റെ ദൈവസങ്കല്പത്തിൽ കരുണാകരൻ എന്നാണ് ഗുരുവിൻ്റെ സംബോധന തന്നെ. കരുണയ്ക്ക് വലിയ പ്രാധാന്യം കൊടുത്തിരുന്നു ഗുരു. അതായത് കരുണയില്ലാത്തവൻ, അത് ശരിക്കും പറഞ്ഞാൽ സത്യമല്ലേ, കരുണയില്ലാത്തവൻ വേസ്റ്റല്ലേ, ആ ജന്മം തന്നെ വേസ്റ്റല്ലേ. ഇപ്പോൾ ഈ മറ്റുള്ളവരെ ദ്രോഹിക്കാനും ഉപദ്രവിക്കാനൊക്കെ നടക്കുന്നവർക്കൊക്കെ കരുണയുള്ളവരല്ലല്ലോ. അവരനെ എങ്ങനെയാണ് ദ്വേഷിക്കേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് അവരനെ ബുദ്ധിമുട്ടിക്കേണ്ടത്. അപരത്വം എന്ന് പറഞ്ഞാൽ പരിപാടിയേ ഇല്ലല്ലോ അവർക്ക്, അത്തരം ആളുകൾക്ക്. അപരത്വം അതാണ് ഏറ്റവും വലിയ, അത് മറ്റുള്ളവരുടെ വികാരങ്ങളെ ഉൾക്കൊള്ളുന്ന ഒരവസ്ഥ. ആ അവസ്ഥ ഇല്ലെങ്കിൽ പിന്നെ മനുഷ്യൻ പോയില്ലേ, പിന്നെ അത് മനുഷ്യന് ഇരിക്കാലി മൃഗമായി മാറിയില്ല. ഈ ലോകം മുഴുവൻ ഇപ്പോൾ എന്താണ്, ഇപ്പം നമ്മളെ രാജ്യത്തിനെയൊക്കെ തകർക്കാൻ വേണ്ടിയിട്ട് ട്രംപൊക്കെ വലിയ കളി കളിക്കാൻ തുടങ്ങിയെന്നാണ് പറയുന്നത്, കേൾക്കുന്നത്. അതായത് എനിക്കറിയാതെ മേഖലയാണ്, നമ്മളെ എന്താണ് സോഫ്റ്റ്വെയർ മേഖലയിലും മറ്റൊക്കെ ഭാഷയൊക്കെ മാറ്റിക്കൊണ്ട് കളിക്കാൻ പോകുന്നൊക്കെ റിപ്പോർട്ട് കണ്ടു. അതിനെക്കുറിച്ച് പഠിക്കണം. ഇനി പഠിക്കാതെ ആ വിഷയത്തെക്കുറിച്ച് എങ്ങനെയാണ് അക്കാര്യത്തിലൊക്കെ നമ്മൾ ഉയർന്ന താരീഫ് അടിച്ചേൽപ്പിച്ചുകൊണ്ട്, ചുങ്കം അടിച്ചേൽപ്പിച്ചുകൊണ്ട് ഒരു ഭാഗത്ത് നമ്മളെ വലിയ രൂപത്തിൽ ദ്രോഹിക്കുന്നു. ഇനി ഈ സോഫ്റ്റ്വെയറിൽ ചില കളി കളിച്ചിട്ട് അങ്ങനെയും തകർക്കാനാവും എന്നാണ് പറയുന്നത്. രാജ്യത്തിൻ്റെ സാമ്പത്തിക അവസ്ഥയെ താഴോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള കളികൾ ട്രംപ് അണ്ണൻ പുതിയ കളി തുടങ്ങി വെച്ചു എന്നാണ് കേൾക്കുന്നത്. അതിൽ ഞാനൊരു വിദഗ്ധനല്ലാതുകൊണ്ടും ഞാനൊരു ടെക്കി അല്ലാതുകൊണ്ടും ടെക്കികളോട് സംസാരിക്കണം, അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടാണ് അതിനകത്തൊരു ആ കളി എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ പഴയ 10ാം ക്ലാസ്സുകാരനല്ലേ നമ്മൾ, അതുകൊണ്ട് നമുക്ക് ഇങ്ങനെയുള്ള വലിയ വലിയ വർത്തമാനങ്ങൾ അറിയാത്ത കാര്യത്തെക്കുറിച്ച് പറഞ്ഞിട്ട് വിഡ്ഢിയാവുന്നത് അതിന് ഞാൻ നിൽക്കാറില്ല. പക്ഷെ അതെന്തോ ഒരു മോശപ്പെട്ട കാര്യമാണെന്ന് മനസ്സിലായിട്ടുണ്ട്. ആ കമ്പ്യൂട്ടറിൻ്റെ ഭാഷയിൽ കയറി കളിക്കാനുള്ള പരിപാടി അതെന്താണെന്ന് ഇനി പഠിച്ച് എടുക്കണം. എന്നിട്ട് പിന്നെ അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. അറിയാത്ത കാര്യത്തെക്കുറിച്ച് സംസാരിച്ച് അത് ഇന്നത്തെ കാലത്ത് അതാണ് ഏറ്റവും വലിയ പ്രശ്നം. തനിക്കറിയാത്ത മേഖലയെക്കുറിച്ച് വലിയ ആധികാരികമായിട്ട് അങ്ങ് സംസാരിച്ചാലും ചില ആളുകൾ, അവർക്കൊരു ചുക്കും അറിയില്ല. അപ്പോൾ ഇത് എന്നിട്ടാണ് അങ്ങനെയാണ് വിഡ്ഢിയാവുക. ഞാനേതായാലും വിഡ്ഢിയാകാൻ തയ്യാറല്ല, അതുകൊണ്ട് ഞാനത് പറയുന്നില്ല. ഏതായാലും അതും ഒരു ശ്രദ്ധിക്കേണ്ട മേഖലയായിട്ട് വരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഒരു കോൾ ഉണ്ട്. ഹലോ, ഹലോ, എവിടെ നിന്നാണ് വിളിക്കുന്നത്? ചക്കരക്കല്ല്, പറഞ്ഞോളൂ. 24 ഓക്കെ, 11 ശരി, 99. സമയം പറയൂ. രാത്രി 10:20. ആരുടേതാണ്? മോൻ്റെതാണ്. അമ്മയുടെ ശബ്ദത്തിൽ തന്നെ സങ്കടമാണല്ലോ. എന്താണ് മോനെ? കല്യാണവും ഭാവിയും കല്യാണമൊക്കെ കുറച്ച് കഴിയട്ടെ. ഈ ഒരു കൊല്ലം 5 മാസം കഴിഞ്ഞിട്ട് നോക്കിയാൽ മതി. ഇപ്പോൾ ഒരു മാതിരിയുള്ള സമയമാണ്. എവിടെയാ ഉള്ളത് ആള്? ആ, പട്ടാളക്കാരനാണ് അല്ലേ? ആ, ലഡാക്കിൽ വല്ലാതെ തണുപ്പാണ് അവിടെ.
ആ റമ്മ് കുടിക്കാത്തവനും കുടിച്ചു പോകും. 0 ഡിഗ്രി അല്ലേ, അതുകൊണ്ട് മോനെ പാകത്തിന് കുടിച്ചാൽ മതി എന്ന് ഇന്ദുലാൽ പറഞ്ഞു എന്ന് പറയണം കേട്ടോ. നല്ല തമാശ. ലഡാക്കിലെത്തിയാൽ കുടിക്കാതെ പട്ടാളക്കാരില്ല. ഞാൻ തമാശ പറഞ്ഞല്ലേ, ഞാൻ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയായിട്ടാണ്. ലഡാക്കാണ് ഏറ്റവും, അവിടെ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ടേക്ക് തട്ടും. അവിടുത്തെ 3 കൊല്ലത്തെ ആ സർവീസ് എല്ലാവരുടെയും വിധിയാണ്. അവിടെ വെച്ചിട്ടാണ് പട്ടാളക്കാരൻ പൂർണ്ണത പ്രാപിക്കുന്നത്. അവനെന്തും നേരിടാനുള്ള ചങ്കുറപ്പിലേക്ക് വരുന്നതും അവിടെ വെച്ചിട്ടാണ്. അപ്പോൾ അത് ഞാനതിനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ട് തന്നെ സംസാരിക്കുന്നു. അവിടെ പിന്നെ സേവനമനുഷ്ഠിച്ച ഒരുപാട് പേരോട് സംസാരിക്കാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഏതായാലും ഇപ്പം സമയം അവന് പിഴവാണ്. അതുകൊണ്ട് കല്യാണത്തിനൊന്നും ഇപ്പം നമ്മൾ തൽക്കാലം നോക്കണ്ട. ഇത് കഴിഞ്ഞിട്ട് നോക്കുന്നതായിരിക്കും നല്ലത്. ഇത് കഴിഞ്ഞാൽ കുറേയും കൂടി പിന്നെ ഇവന് ജാതകപ്രകാരം വലിയ പ്രമോഷനും മറ്റൊക്കെ സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് ഒരു ടെസ്റ്റൊക്കെ എഴുതിയിട്ട് ഒരു സുബൈദാർ മേജർ ആവാൻ പറയണം. അങ്ങനെ ആയിത്തീരാൻ സാധിക്കുമെന്ന് കാണുന്നുണ്ട്. പക്ഷേ അത് ഒരുപാട് 200 ആളെ കൂട്ടത്തിൽ ഒരാളാണ് അങ്ങ് ആ ലെവലിൽ എത്തുക. പക്ഷെ ആ ഒരാളാകാൻ കുറച്ച് കഠിനാധ്വാനം വേണ്ടി വരും. പക്ഷെ ജാതകത്തിൽ അങ്ങനെ ഉണ്ടെന്ന് അവനോട് പറഞ്ഞാൽ അവനത് വലിയ അവൻ്റെ മനസ്സിനെ ഇതാക്കാൻ വേണ്ടിയിട്ട് അവിടുന്ന് തന്നെ ഇത് യൂട്യൂബ് കയറും. അപ്പോൾ യൂട്യൂബിലൊന്ന് കാണാൻ പറയൂ, എന്താണ് ഞാൻ പറഞ്ഞതെന്ന് അവന് മനസ്സിലാക്കണമെങ്കിൽ നേരിട്ടത് കണ്ടുകൊള്ളാൻ പറയൂ. അപ്പോൾ ഈ എപ്പിസോഡ് നോക്കിയാൽ മതി ഈ ഡേറ്റിൽ. അപ്പോൾ യൂട്യൂബിൽ കണ്ണൂർ വിഷൻ ജ്യോതിഷം എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ 400ഓളം എൻ്റെ പരിപാടി അതിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ അതിൽ അവസാനത്തേത് കണ്ടാൽ ഈ ജാതകപ്രകാരം അങ്ങനെ വിധിയുണ്ട്. അത് അവനറിയില്ലല്ലോ അങ്ങനെ ഒരു സംഭവം അവൻ്റെ ജാതകത്തിലുണ്ടെന്ന്. അപ്പോൾ അത് പക്ഷേ ഞങ്ങൾ പറഞ്ഞു എന്ന് വെച്ചിട്ട്, ജ്യോതിഷി പറഞ്ഞു എന്ന് വെച്ചിട്ട് അയാൾ അതിനു വേണ്ടി പ്രവർത്തിക്കാണ്ടിരുന്നാൽ അതിനെക്കൊണ്ട് യാതൊരു ബലവുമില്ലല്ലോ. ചില ആൾക്കാർ 15 കൊല്ലം കഴിഞ്ഞ് ഇങ്ങോട്ട് മടങ്ങാം, എന്നിട്ട് ഇവിടെ വന്നിട്ട് വേറെ നോക്കാം പരിപാടി, അതും അങ്ങനെ ഒക്കെ മനസ്സിൽ പ്ലാൻ ചെയ്ത് ഒക്കെ ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇവനേതിലാണ് ഇപ്പോൾ എടുത്തതെന്നൊന്നും എനിക്കറിയില്ല. പല സെക്ഷനും ഉണ്ടല്ലോ, ആർമി തന്നെയാണ്, അതിൽ തന്നെ ഏതാണ് എന്നുള്ളതൊന്നും എനിക്കറിയില്ലല്ലോ. അപ്പോൾ ഏതായി കഴിഞ്ഞാലും ഈ പ്രൊമോഷന് ചാൻസ് ഉള്ള ജാതകമാണ്. അതുകൊണ്ട് തന്നെ അതിൽ ഉയർന്ന പടിയിലേക്ക് എത്താൻ സാധിക്കും. അതിന് ഈ കക്ഷി നന്നായിട്ട് പരിശ്രമിച്ചാൽ വലിയ രൂപത്തിലുള്ള മെച്ചങ്ങളിലേക്ക് വരാൻ വിധിയുണ്ടെന്ന് നിങ്ങളുടെ മകനോട് പറയുക. എൻ്റെ ഈ പരിപാടി നോക്കി കണ്ടിട്ട് അത് ഉറപ്പിക്കാൻ പറയുക. കല്യാണം ഈ പറയുന്ന 27 നടത്താം, ജനുവരിക്ക് ശേഷം. അപ്പോൾ അന്ന് പെണ്ണ് കാണലും കല്യാണം നടക്കലൊക്കെ ഇതായി. പട്ടാളക്കാരൊക്കെ ഇപ്പോൾ നല്ല ഡിമാൻഡല്ലേ. അപ്പോഴേക്കും ലഡാക്കിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരികയും ചെയ്യട്ടെ. അപ്പോൾ കുറച്ചുകൂടി ഭാര്യനെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോകാനൊക്കെ പറ്റുമല്ലോ. ലഡാക്കാകുമ്പോൾ അതൊന്നും പറ്റില്ല, കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെ വരുമ്പം ഇങ്ങോട്ടേക്ക് വരട്ടെ, താഴോട്ടേക്ക് വരട്ടെ. കുന്നിൻ്റെ മേലെയാണല്ലോ ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് നമുക്ക് നോക്കിയിട്ട്, കുന്നല്ല മല, മഹാമല. അപ്പോൾ അവിടുത്തെ ഇൻസ്റ്റയിലോൺ പോസ്റ്റ് ചെയ്യുന്ന ഫോട്ടോ ഒക്കെ നിങ്ങൾ കാണുന്നുണ്ടാവുമല്ലോ. അതന്നെ, അത് കണ്ടാൽ തന്നെ മതിയാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞൊന്ന് പറയൂ. എല്ലാം നന്നായി വരട്ടെ. ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞത് പിന്നെ നാരായണ ഗുരു എന്താണ് ഈ ലോകത്തിൻ്റെ വെളിച്ചമായി മാറാൻ, അല്ലെ കേരളത്തിന് അതിന് പകരം വെക്കാനില്ലാത്ത ഒരു മഹാസംഭവമായിട്ട് മാറാൻ അദ്ദേഹം തത്വചിന്താപരമായ അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ, ഫിലോസഫി നന്നായിട്ട് അറിയുന്ന ഒരു വ്യക്തിയാണ്. വലിയ കവിയാണ്. ആത്മോപദേശ ശതകം എന്നുള്ള 100 ഇത് പഠിച്ചാൽ തന്നെ ഒരു മനുഷ്യന് വേണ്ടതെല്ലാം ആ ശതകം 100 ശ്ലോകങ്ങളിൽ അടങ്ങിയിരിക്കുന്നു. അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അവരന് സുഖത്തിനായി വരേണം
എന്ന വരികളൊക്കെ അതിലാണ്. നമ്മളെ സുഖത്തിന് വേണ്ടി എന്താ ധർമ്മത്തിൻ്റെ ഡെഫിനിഷൻ പോലും എന്താണ്, നമുക്ക് അഹിതമായത് മറ്റുള്ളവരോട് ചെയ്യാതിരിക്കുക. നമുക്ക് ഒരാൾ എന്തെങ്കിലും നമ്മളോട് അഹിതമായി ചെയ്യുന്നത് നമുക്ക് അത് പിടിക്കാത്ത സാധനം മറ്റവനോട് ചെയ്യാതിരിക്കുക, അത് ധർമ്മത്തിൻ്റെ ഏറ്റവും വലിയ ഡെഫിനിഷനായിട്ട് പറയപ്പെടുന്നു. അത്തരം കാഴ്ചപ്പാടുകളും അത്തരം ചിന്താഗതികളും ഒക്കെ സമൂഹത്തിലേക്ക് സ്പ്രെഡ് ചെയ്തു നാരായണ ഗുരു. ഒപ്പം വളരെയേറെ വിദ്യാ വിഷയത്തിലും മറ്റൊക്കെ വളരെ താണു പോയിരിക്കുന്ന മനുഷ്യരെ, പ്രത്യേകിച്ച് അക്കാലത്ത് പിന്നോക്ക വിഭാഗക്കാർക്കൊക്കെ ഒരു എന്താണ് പറയുക, ഈ ഒന്നുമില്ല, ഒരു മൃഗതുല്യമായ ജീവിതം നയിക്കുന്ന മനുഷ്യർ, അവരെ ഉയർത്തിക്കൊണ്ടുവന്നു. അതിന് അയ്യങ്കാളിയും ഒക്കെ പ്രവർത്തിച്ചിട്ടുണ്ട്, ഇല്ലെന്നല്ല. മറ്റുള്ള ആൾക്കാരെ ഒന്നും ഇതിനെ കുറച്ച് കാണുന്നൊന്നല്ല. പക്ഷേ ഇങ്ങനെ ഒരു പൊതുസ്വത്ത് എന്ന് പറയാൻ ഒറ്റ സംഭവമേ ഉള്ളൂ എന്ന് മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ബാക്കി ഇപ്പം എന്താണ്, ശങ്കരാചാര്യരെ നമുക്ക് നിഷേധിക്കാൻ പറ്റുമോ? ഇനി അയ്യങ്കാളി, ഇനി മന്നത്ത് പത്മനാഭനെ, അങ്ങനെ ആരെയും ഞാൻ ആരെയും കുറച്ച് കാണുന്നൊന്നുമില്ല, ഒരാളെയും കുറച്ച് കാണാൻ പാടില്ലല്ലോ. പക്ഷേ ഈ നാരായണ ഗുരു അതൊരു മേരുപർവ്വതമാണ്, അതിന് തുല്യം അതുമാത്രം. മറ്റുള്ളവർക്കൊക്കെ അവരുടെയൊക്കെ കോൺട്രിബ്യൂഷൻ ഉണ്ടായിട്ടുണ്ട്. ഒരു സാമൂഹ്യ പരിഷ്കർത്താവ് എന്നുള്ള രൂപത്തിലും മഹാനായ കവി എന്നുള്ള രൂപത്തിലും ദൈവികതയെ മറ്റൊരു തലത്തിലെത്തിച്ച വ്യക്തി എന്ന നിലയിലും ഒക്കെ നാരായണ ഗുരുവിൻ്റെ സ്ഥാനം വളരെ ഉന്നതിയിൽ തന്നെയാണ്. അതുകൊണ്ടാണ് അന്ന് ഭൂമിയിൽ ജീവിച്ചിരുന്ന രണ്ട് മഹാന്മാർ ഇങ്ങോട്ട് വന്ന് കണ്ട ആളാ, ചില്ലറക്കാരനല്ല. മഹാത്മാഗാന്ധിയും ടാഗോറുമാണ് അന്നത്തെ ലോകത്തിലെ തന്നെ രണ്ട് മഹാന്മാർ. മഹാത്മാഗാന്ധിയുടെ മഹത്വമൊന്നും ഇപ്പോഴും ലോകത്തിലുള്ള മഹാന്മാരോ 3-4 പഴയ ചരിത്രത്തിലുള്ളവരിൽ ഒരാൾ മഹാത്മാഗാന്ധി തന്നെയാണ്. രവീന്ദ്രനാഥ് ടാഗോർ നോബൽ സമ്മാനം കിട്ടിയ മഹാകവി. അവർ രണ്ടുപേരും ഇങ്ങോട്ട് വന്ന് കാണുകയാണ് ചെയ്തത്. അതിനകത്ത് തന്നെ നാരായണ ഗുരു ആരാണെന്ന് അതിൽ തന്നെ അടങ്ങിയിരിക്കുന്നു. ഏതായാലും ഈ നാരായണ ഗുരുവിൻ്റെ ഈ ചതിയ ജയന്തി ദിനത്തിൽ എല്ലാവർക്കും ആശംസകൾ നേരുന്നു. ഓണം കഴിഞ്ഞ ക്ഷീണം എല്ലാവരും മാറി വരുമ്പോൾ ചതയത്തിന് അത്തരം പരിപാടിയൊന്നുമില്ലല്ലോ, പായസമൊക്കെ കുടിച്ച് എല്ലാവരും ആഘോഷിക്കൂ. ഗുരു പറഞ്ഞിരിക്കുന്ന നല്ല കാര്യങ്ങളെക്കുറിച്ച് മനനം ചെയ്യൂ. അത് മുമ്പോട്ടുള്ള പ്രയാണത്തിന് എല്ലാവർക്കും നല്ലതാണെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ജ്യോതിഷപരമായ കാര്യങ്ങൾ നേരിട്ട് മനസ്സിലാക്കണമെങ്കിൽ അങ്ങനെ ബുക്ക് ചെയ്ത് വരാം. അല്ലാതെ പക്ഷം ഓൺലൈനിൽ അറിയാനാണെങ്കിൽ അങ്ങനെ ഗൂഗിൾ പേ വഴി ദക്ഷിണ അയച്ചുകൊണ്ട് ഡേറ്റ് ഓഫ് ബർത്തും ടൈമും അയച്ചാൽ അങ്ങനെയും അറിയാം. അതൊക്കെ നിങ്ങളുടെ തീരുമാനത്തിന് വിട്ടിരിക്കുന്നു. ബുക്ക് ചെയ്തവരെ മാത്രമേ ഞാനിപ്പോൾ കാണുന്നുള്ളൂ. ബുക്ക് ചെയ്താൽ ഏത് ദിവസവും എന്നെ ലഭിക്കുന്നതാണ്. എന്നെ കാണുകയും കേൾക്കുകയും ചെയ്തത് നിങ്ങൾക്ക് നന്ദി. നമസ്കാരം.